അവൾ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മയും അത് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. എന്നാലും ഇരിക്കപ്പിണ്ടം വയ്ക്കുന്നതിനേക്കാൾ ക്രൂരമായി അമ്മ പറയാൻ തുടങ്ങിയല്ലോ, ആ കുഞ്ഞ് നശിച്ചു പോട്ടെ എന്ന്. ആ ശാപവാക്കുകൾ അമ്മ എനിക്ക് നേരെ പറഞ്ഞോ? ഇവിടെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എത്ര ഭേദമാണ് ഞാൻ നശിച്ചങ്ങ് ഇല്ലാതാവുന്നത്. ഈ കുട്ടി ഇതെവിടെയാ? എനിക്കെന്തോ വല്ലായ്മ തോന്നുന്നു. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ആ ശരി. എന്താ മോനെ, ഹോസ്പിറ്റലിൽ നിന്നാണോ? ഹോസ്പിറ്റലിൽ നിന്നൊന്നുമല്ല, നമ്മുടെ ടെക്സ്റ്റൈൽസിൽ നിന്നാ. ഓയെന്നോ? അമ്മ എങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാവുന്ന വിഷയമൊന്നുമല്ല ഇത്. ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസിലെ തൊഴിലാളികള് അനിശ്ചിതകാല സമരം തുടങ്ങാൻ പോവുകയാണെന്ന്. സമരോ? എന്തിന്? അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, ടെക്സ്റ്റൈൽസിലെ പണം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കരുതെന്ന്. ഇതിപ്പോ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനുള്ള പണം കൂടെ എടുത്ത്. എടാ, ഈ ഒരു മാസമല്ലേ മുടങ്ങിയത്? ഒരു 8-10 ദിവസത്തെ സാവകാശം. നമ്മുടെ മ്യൂറൽ പെയിന്റിംഗ് ചെയ്ത സാരികള് ഷൺമുഖന്റെ ടെക്സ്റ്റൈൽസ് വഴി വിറ്റഴിക്കുമ്പോ ആ പണം 10 മടങ്ങായിട്ട് തിരിച്ചു വരില്ലേ? അല്ലേ സാവിത്രി? അതെ അമ്മേ, 8-10 ദിവസത്തെ സാവകാശം കൊണ്ട് നമുക്ക് കുറച്ച് സാരി വിറ്റ് കൊടുക്കാവുന്ന പണം അല്ല ഇത്. 3 മാസത്തെ പണം കുടിശ്ശികയാന്നാ ആ മാനേജർ പറഞ്ഞത്. 3 മാസത്തെ തുകയോ? അയ്യോ, അത് പണം കുറെ വരുമല്ലോ. അതിനുള്ള പണം കിട്ടില്ലേ സാവിത്രി? പിന്നെ അമ്മേ, ആരാന്റെ പറമ്പിലെ പുല്ല് കണ്ട് നമ്മൾ പശുവിനെ വളർത്തരുന്നൊരു ചൊല്ലുണ്ട്, അച്ഛൻ പറയാറുള്ളതാ. സീരിയസ് ആയിട്ടൊരു കാര്യം ആലോചിക്കാൻ അച്ഛനോട് ഇല്ലാതായി പോയല്ലോ. മോനെ, മുമ്പ് ഇതുപോലെ ടെക്സ്റ്റൈൽസില് അച്ഛൻ യൂണിയൻ നേതാക്കളുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു. ശമ്പള കുടിശ്ശിക വരുന്ന പക്ഷം സമരത്തിലേക്ക് പോകാതെ മാനേജ്മെന്റ് പാതി ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമെന്നും ശമ്പള വിതരണം നടത്തുമ്പോൾ മുഴുവൻ ജീവനക്കാർക്കുള്ള ശമ്പളം കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളോട് ആത്മാർത്ഥതയും ആത്മാഭിമാനം ഉള്ളവര് കൂടെ നിന്നാ മതിയല്ലോ. അമ്മേ, എന്നിട്ട് ആ എഗ്രിമെന്റ് എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. കൈമളേട്ടൻ ആ എഗ്രിമെന്റ് ഭദ്രമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാവും. രേഖകളൊക്കെ അദ്ദേഹം ഭദ്രമായിട്ട് സൂക്ഷിക്കും. അമ്മ ഒന്ന് ചെന്ന് നോക്കി. അച്ഛൻ എല്ലാ കാര്യങ്ങളും കൃത്യമായൊരു റോളിംഗ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാ. തൊഴിലാളികളൊക്കെ പറഞ്ഞു നിർത്താൻ അറിയായിരുന്നു. ഇതിപ്പോ യൂണിയൻ നേതാക്കളൊക്കെ കയറി അങ്ങ് പൂണ്ട് വിളയാടി തുടങ്ങി. ആ കൂട്ടത്തിലൊരു നേതാവുണ്ടായിരുന്നല്ലോ, ഒരു കതിരേശൻ. അയാളുടെ അനിയത്തിയുടെ കല്യാണമാണെന്നും പറഞ്ഞ് അച്ഛന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് മാസങ്ങളെ ആയുള്ളൂ. അവന്റെ അനിയത്തിയുടെ കല്യാണത്തിന് കൊടുത്ത തുക ഉണ്ടായിരുന്നെങ്കിൽ ശമ്പള കുടിശ്ശികയിൽ കുറച്ചെങ്കിലും കൊടുത്തു തീർക്കാമായിരുന്നു. അതെ, ഇതിപ്പോ കതിരേശനെ കൊണ്ടാ ഏറ്റവും വലിയ ശല്യം. കഷ്ടകാലം വരുന്നത് ട്രെയിൻ പിടിച്ചാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലേക്കാവുമ്പോ അത് ഫ്ലൈറ്റ് പിടിച്ചായിരിക്കും.
ചേച്ചി ഒരു ചായ തരുമോ? തല പൊട്ടി പൊളിയേ. PF ഒന്നും ഒരു മാനേജ്മെന്റിന്റെ കുടിശ്ശിടാൻ പറ്റത്തില്ല. അതൊക്കെ കൃത്യമായിട്ട് അടയ്ക്കും. പിന്നെ ഈ ഫാമിലി ഇൻഷുറൻസിന്റെ കാര്യമൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ. എടാ, നീ ഇതൊന്ന് നോക്കിയേ. അച്ഛൻ എന്തോ എഴുതിയതാ. ആവശ്യമുള്ളാണോന്ന് നോക്ക്. എനിക്ക് കണ്ണട ഇല്ലാത്തതുകൊണ്ടേ വായിക്കാൻ പറ്റുന്നില്ല. ന്യായമല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഫാമിലി ഇൻഷുറൻസിന്റെ കാര്യമൊന്നും നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ യൂണിയൻകാർ മുന്നോട്ട് വെച്ചതല്ല, നേരത്തെ ഞങ്ങൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതാ, തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി. മുട്ടാപ്പൊക്കെ പറയല്ലേ, എന്റെ സ്വഭാവം മാറും. എന്തോന്ന് ജഗദീഷേ, ഇത് തന്നെ എങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ചായ. ആ വെച്ചിട്ട് പോടാ നോയെ. ആ കതിരേശനായിരുന്നു. മോനെ, കേട്ടോ നായ. നീ ആ കടലാസ് ഒന്ന് വായിച്ചു നോക്ക്. അയ്യോ മോനെ, അയ്യോ സോറി. ഷർട്ടിലൊക്കെ ചായയായല്ലോ. സാരയില്ല, ഞാൻ കഴിക്കോളാം. നിക്ക, ഞാൻ തുടച്ചു തരാം. വേണ്ട വേണ്ട മോളെ, ആ കടലാസ്. മതി മതി. വേസ്റ്റ് പേപ്പർ അല്ലേ അമ്മേ? അച്ഛൻ കളഞ്ഞതല്ലേ, ഞാനത് കളഞ്ഞിട്ട് വരാം. അല്ല അമ്മേ, എഗ്രിമെന്റ് കിട്ടിയോ? ഇല്ല മോനെ, അത് അച്ഛൻ ഇനി എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോന്ന് ഞാനൊന്ന് നോക്കാം. അത് കയ്യിലുണ്ടായിരുന്നെങ്കിലേ ആ കതിരേശനെ പൊളിച്ചടുക്കാമായിരുന്നു. അഹങ്കാരം പാടില്ലല്ലോ. മോനെ, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ആ
പോകേണ്ട സമയത്ത് നിങ്ങളൊന്നും കാണില്ലമ്മേ. അത് തന്നെയാണ് നിങ്ങളുടെ ദുര്യോഗം. ആ ശരി ശരി ശരിയടോ. അതെ, ഒരു ചായയും കൂടെ എടുക്കട്ടെ ജഗദീഷേ? ആ വേണ്ട ചേച്ചി. ഷോ, പുതിയ ഷർട്ടായിരുന്നു ജഗദീഷേ? ഓ അല്ല ചേച്ചി, കുറച്ച് പഴയതാ. ഇതെങ്ങ ഉണങ്ങിക്കോളും. ഉപേക്ഷിക്കാൻ സമയമായതൊക്കെ ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിക്കണം. വെച്ചോണ്ടിരുന്ന വെഴുപ്പാകും. നീ ചെല്ല്. ഞാനിവിടെയുള്ള കാര്യം അമ്മയെ വിളിച്ചറിയിച്ചില്ലല്ലോ. മോളെ, എന്താ മോളെ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? എന്തു പറ്റി? ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ മറന്നു വെച്ചു വല്യമ്മേ. എവിടെ? എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിൽ. ആ, അത് സാരമില്ല, പിന്നെ എടുക്കാമല്ലോ. അല്ല, ഫോൺ എനിക്ക് വേണം വല്യമ്മേ. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞാൽ അവർ ഫോൺ ഇവിടെ കൊണ്ടുവന്ന് തരും. അതൊന്നും വേണ്ട. അതല്ല വല്യമ്മേ, ഫോൺ ആവശ്യമുണ്ട്. വല്യമ്മയുടെ ഫോണും തരുമോ? ഞാൻ അവരെ വിളിച്ച് പറയാം. അതിന് ആ കുട്ടിയുടെ ഫോൺ നമ്പർ നിനക്ക് മനപ്പാടാണോ? അത് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് നമ്പർ ചോദിക്കാം. അമ്മയ്ക്ക് അറിയാമോ അവരുടെ നമ്പർ? അതൊന്നും വേണ്ട. ഇപ്പം അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ തന്നെ ആളെ അയച്ച് മൊബൈൽ ഫോൺ തിരിച്ചു വാങ്ങിച്ചു തരാം. എനിക്കിപ്പോൾ തന്നെ പോണം വല്യമ്മേ. എന്താ മോളെ ഇത്? ഒരുമാതിരി മുള്ളി നിൽക്കുന്ന പോലെ. ആ മൊബൈൽ ഫോൺ ചെമ്പകമംഗലത്ത് എത്തിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാം, പോരെ? അതിന് ഞാൻ ചെമ്പകമംഗലത്തേക്കല്ല വല്യമ്മേ പോകുന്നത്. പിന്നെ ഇങ്ങോട്ടാ? ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിലേക്കോ? ഹോസ്പിറ്റലിൽ ആരാ? കാർത്തിയേട്ടൻ. കാർത്തിക്കോ? അവനെന്തു പറ്റി? അവൻ്റെ അച്ഛൻ പെങ്ങളാ ഞാൻ ഈ വിവരം അറിയുന്നത് ഇപ്പോഴാ. എന്റെ സങ്കടം ഞാൻ ആരോട് പറയാനാ? ആ, നീ തൽക്കാലം സമാധാനമായിട്ടിരിക്കെ. എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോവാൻ നിന്നെ.
ഹലോ ഹലോ, ആശയല്ലേ? അതെ. ഞാൻ നന്ദിനിയാ, ചെമ്പകമംഗലത്ത് നിന്ന്. ആ പറയൂ ദൈവമേ. മീനാക്ഷിയെ കണ്ടോ? അവളെ വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ലല്ലോ. എന്താ ദൈവമേ കാര്യം? അല്ല, അവള് പുറത്തേക്ക് പോയി. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്നെ വിളിച്ചിട്ടില്ല. വിളിക്കുവാണെങ്കിൽ ഞാൻ ദേവമ്മ വിളിച്ച കാര്യം പറയാം. ശരി. ഇതാരുടെ ഫോണാ? അയ്യോ സച്ചേട്ടാ, ഇത് മീനാക്ഷിയുടെ ഫോണാ. അവള് ഇതിനകത്ത് മറന്നു വെച്ചാന്ന് തോന്നുന്നു. ഹലോ ദൈവമേ. ഇതാരാ? മീനാക്ഷിയുടെ ഫോണല്ലേ ഇത്? മീനാക്ഷിയുടെ ഫോൺ തന്നെയാ ദൈവമേ. ഞാൻ അർച്ചനയാ. അവള് ഞങ്ങളുടെ കാറിനകത്ത് ഫോൺ മറന്നു വെച്ചതാ. എന്നിട്ട് മീനാക്ഷി എവിടെ? അവളെ ഞങ്ങള് മാധവ മന്ദിരത്തിൽ കൊണ്ടുപോയി വിട്ടു. അവളുടെ കുഞ്ഞും അവിടെയുണ്ട്. കുഞ്ഞു അവിടെ ഉണ്ടോ? ആ അവിടെയുണ്ട്. വിശദമായിട്ട് ഞാൻ പറയാം. അയ്യോ ദേവമ്മ പേടിക്കണ്ട, അവൾ അവിടെ തന്നെയുണ്ട്. ശരി മോളെ. ഇതിലെന്തോ ചതിയുണ്ടല്ലോ. ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. നിക്ക്, എന്താ കാര്യം? അകത്തേക്കൊന്ന് പോണം, ഒരാളെ കാണാനുണ്ട്. അകത്തേക്ക് ആരും കയറ്റി വിടില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കൊരാളെ കാണാനുണ്ട്, അകത്തേക്ക് വിട്ടേ പറ്റൂ. നിങ്ങൾ പോയേ. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്, കണ്ടിട്ടേ ഞാൻ പോവും.
ഇതേ യാചക നിരോധന മേഖലയാ. അത് നീ മറന്നുപോയോ? ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം. ഇപ്പൊ ഞാൻ വന്നത് മീനാക്ഷിയും കുഞ്ഞിനെയും കൊണ്ടുപോവാനാ. അവരെ ഇങ്ങനെ ഇറക്കി വിട്. മീനാക്ഷിയും കുഞ്ഞോ? അവരാരും ഇവിടെയില്ല. നീയേ നിന്റെ കാര്യം നോക്കി പോ. മീനാക്ഷിയും കുഞ്ഞും ഇവിടെയുണ്ട്. അത് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്.